അപ്പം നമ്പർ പാർട്ട് എത്രയായിരുന്നു? 1, 2, 3 ഇട്ടു. 4ാമത്തെ വീഡിയോ നോ കട്ട് നോ എഡിറ്റ് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോ അതിൽ തൂക്കിയിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വേരിയേഷൻ അടിക്കും തോന്നുന്നു. ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ടാവും അല്ലേ? അപ്പം ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് കുറച്ച് കമ്മിറ്റ്മെന്റും കുറച്ച് ലാഭവും കുറച്ച് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. എല്ലാത്തിലും നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ഉണ്ടാവണം. നമുക്ക് 0 എക്സ്പെക്ടേഷനും വേണം നമ്മളെല്ലാവരോടും. എന്താ വെച്ചാൽ നിങ്ങളിപ്പം ഒരാളെ സ്നേഹിക്കുകയാണ് ആണെങ്കിൽ അവരെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കണം. അതുപോലെ നിങ്ങളും തിരിച്ച് കിട്ടണം എന്നുള്ളത് വാശിയല്ല. ചിലർക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. നിങ്ങൾ കൊടുക്കുന്ന സാധനം തിരിച്ചു കിട്ടണമെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ചിലപ്പം ടോക്സിക് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മളെ കേട്ടുകേൾവി ഉണ്ടായിരിക്കും. ഈ ടോക്സിക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, നിങ്ങൾ അണ്ടർസ്റ്റാൻഡബിൾ എന്താണ്, നിങ്ങളെ മനസ്സിലാക്കുന്നവരാരാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആദ്യം ഒരു റൈറ്റ് പേഴ്സൺ ആവാം. നിങ്ങളൊരു ശരിയായ പേഴ്സൺ ആവാം. ഹു ബിക്കം ദ റൈറ്റ് പേഴ്സൺ. എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം റൈറ്റ് പേഴ്സൺ നമുക്ക് കിട്ടണോ വേണ്ടെന്നത്. റൈറ്റ് പേഴ്സൺ വന്നോളും, നിങ്ങൾ അവിടെ പോവുകയും ചെയ്യും. ഇപ്പൊ ചൂസ് ചെയ്യുന്ന സമയത്ത് ചൂസ് ആയാലും നിങ്ങളിപ്പം റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് വേണം. അല്ലാതെ നിങ്ങളിത് ഉള്ള കൺസൾട്ടൻസിനോ മറ്റുള്ളവർ അഡ്വൈസ് എടുക്കേണ്ട ഒരു കാര്യമില്ല. അഡ്വൈസ് ഒക്കെ എടുക്കണം. നിങ്ങൾ അഡ്വൈസ് എടുത്താൽ തന്നെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, ഫ്രണ്ട്സിൽ നിന്നായിക്കോട്ടെ, ഒറ്റ സുഹൃത്തു നിന്നായിക്കോട്ടെ, നിങ്ങൾ അഡ്വൈസ് എടുക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ അവിടെ എല്ലായിടത്തും പല അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഫിക്സഡ് ആയിരിക്കുന്നുണ്ടാവും മൈൻഡിൽ, എനിക്ക് ഇതാണ് കിട്ടുന്നത്. അത് ഒന്നും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നത്. അപ്പൊ ഒന്നും കൂടി നിങ്ങൾ അത് മൈൻഡ് ലൈഫ് ഇത് ശരിയാണ് എന്നുള്ളത് എടുത്തിട്ട് നിങ്ങൾ എന്താക്കും, ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ അയാൾ സംസാരിക്കുക, അയാളുടെ ഇങ്ങനെ കാര്യങ്ങൾ പറയുക. അപ്പൊ അയാള് ഓപ്പൺലി സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്വിച്ച് ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്താ കാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കും. കാരണം ഇവിടെ പല പണത്തിന് വേണ്ടിയിട്ട് പ്രേമിക്കാതിരിക്കാം. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയാണ്, ഞാൻ ജെന്യുവനായിട്ട് പറയാണ്. കാരണം ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എനിക്കിവിടെ പഠിച്ചൊക്കെ പറയാം, പഠിച്ചിട്ടും ഞാനിവിടെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അതേപോലെ പഠിച്ച് പറയുമ്പോൾ എക്സാം ഒന്നല്ലല്ലോ. അപ്പൊ ഞാൻ ജെന്യുവനായിട്ട് ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ ഒരിക്കലും പൈസക്ക് വേലി കൊടുക്കാതിരിക്കുക, അതൊക്കെ സെക്കൻഡറി ഓപ്ഷൻ ആക്കി വെക്കുക. സ്നേഹത്തിന് വേലി കൊടുക്കുക. കാരണം അത് കിട്ടാത്ത ഒരാൾക്ക് അത് ഏറ്റവും വലിയൊരു മൂല്യമുള്ളൊരു കാര്യമാണ്. ഒരാളെ മാറ്റിമറിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സാധനമാണ് സ്നേഹം. കാരണം ലവ് ടാസ് ഫിസിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളെ ശത്രുക്കളെ പോലും നിങ്ങൾ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുമെന്നാണ്. സോ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. കാരണം ഞാനിപ്പോ അടുത്തൊരു സോഷ്യൽ മീഡിയയിൽ വാർത്ത ഉണ്ടായിരുന്നു, ഈ ഗൾഫിൽ ആരോ ദുരൂഹന്ത്യം ആത്മഹത്യ ചെയ്ത ഒരാൾ. അപ്പൊ ഞാൻ പല കമന്റും വായിച്ചു നോക്കിയ സമയത്ത് പണത്തിന്റെ പേരിലായിരുന്നു. അയാളെ കെട്ടിച്ചെടുത്ത് പണത്തിന്റെ വരുന്നു. എന്താ അതിന്റെ വാസ്തവം എന്നറിയില്ല, ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടില്ല. കാരണം അവര് ഫാമിലി ലൈഫിൽ നടന്നത് തൂങ്ങി വരച്ചപ്പോഴല്ല നമ്മൾ അറിഞ്ഞത്. അതിന് മുന്നേ അവർക്കൊന്നും പറയാൻ പറ്റിയില്ലായിരുന്നല്ലോ. അപ്പം ഒരു അണ്ടർസ്റ്റാൻഡബിൾ, ഒരു കമ്മിറ്റ്മെന്റ്, ട്രസ്റ്റ്, ഇത് മസ്റ്റ് ആണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. ഇപ്പൊ സ്നേഹം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ സ്നേഹം കൊടുക്കുക. നിങ്ങളൊരു ടോക്സിക്കിലാണെങ്കിൽ ആ വ്യക്തി പറയുന്ന സമയത്ത്, ടോക്സിക് ആണെങ്കിൽ അയാൾ ഇമോഷണലി കൺട്രോൾ നിങ്ങളെ ഭയങ്കരം. അപ്പൊ നിങ്ങളൊന്ന് ചിലപ്പോൾ പേടിക്കുക ഇയാൾക്ക് എന്താണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാലേ അയാൾ ഒരു ഇമോഷണലി ഉള്ള സമയത്ത് നിങ്ങൾ അവർക്ക് വേണ്ടത് കേൾക്കേണ്ടത് ചിലപ്പം സഹായമായിരിക്കാം, ചിലപ്പോൾ 2 വാക്കുകളായിരിക്കാം, ചിലപ്പോ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഫീൽ ഉണ്ടാക്കുക. അവർ ഇമോഷണലി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
സോ ടോക്സിക് എന്ന വേർഡ് എനിക്ക് യൂസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാലും ഇപ്പൊ പലതും ഈ റീൽസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അയാൾക്ക് നീഡ് ഫിക്സ്ഡ്. അയാളെ ഫിക്സ് ചെയ്യാൻ പറ്റാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ണർ ചൂസ് ചെയ്യാം. കാരണം അയാള് മനസ്സിലാക്കുന്നത് നിങ്ങളെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഞാൻ പാട്ട് അടുത്തതിലും കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ.